നമ്മളിപ്പോ ഹെൽത്തില് എങ്ങനെയാണെന്ന് മനസ്സിലായി. പക്ഷെ ഇപ്പൊ വണ്ണം കൂടാനോ അല്ലെങ്കിൽ കുറയ്ക്കാനോ പിന്നെ നമ്മുടെ സ്കിന്നൊക്കെ നല്ല ഗ്ലോ ആയിട്ടിരിക്കാനുള്ള എന്തെങ്കിലും ഐറ്റംസ് ഒക്കെ. യു മീൻ ഗ്ലാമർ ആവാനാണോ? നമ്മുടെ മില്ലറ്റ്സിലെ എല്ലാ സാധനം ഉണ്ട് കേട്ടോ. ആക്ച്വലി ഇപ്പൊ നമുക്ക് സ്കിന്ന് നന്നാവാനായിട്ട് നമുക്ക് റാഗി മില്ലറ്റ് കഴിക്കാം, തിന കഴിക്കാം. ഇവൻ നമുക്ക് ഇനിയിപ്പം ഈ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ് PCOD, പീരിയഡ്സ് ഇറഗുലർ ആവുക, അങ്ങനത്തെ ഹോർമോണിക് ചേഞ്ചസ് വരാതിരിക്കാൻ നമുക്ക് പേൾ മില്ലറ്റ് കഴിക്കാം. നെറ്റിലുണ്ട്, അവൈലബിൾ ആണ്, ഇതെല്ലാം നെറ്റിൽ അവൈലബിൾ ആണ്. ഇനി ഹെയർ ഗ്രോത്തിന് റാഗി കഴിക്കാം. ഇവൻ സ്കിന്നിൽ ഈ തിനയുടെയും റാഗിയുടെ ഒക്കെ അരച്ച് ചേർത്ത് കഴിച്ച് സുന്ദരികളാവുന്ന ആളുകളും ഉണ്ട്. ജീവിതശൈലി രോഗങ്ങൾ മാറുന്നതിന് മില്ലറ്റ് ഒരു ശീലമാക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് നമ്മുടെ ചേർത്തല ബോയ്സ് സ്കൂളിന്റെ ഓപ്പോസിറ്റ് ഉള്ള മില്ലറ്റ് വേൾഡിലേക്കാണ്. അപ്പോൾ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഉൽപ്പന്നങ്ങളെ കുറിച്ചൊക്കെ നമുക്കൊന്ന് അറിയാം. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും ആരോഗ്യം വളരെ ശ്രദ്ധിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള കുറേ കാര്യങ്ങൾ അവിടെ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ഇപ്പൊ ഒരു സൂപ്പർ ഫുഡ് ഇനത്തിൽ പെടുന്ന ഒരു സാധനമാണ്. ഇപ്പം ആർക്ക് വെള്ളം കഴിക്കാം. ഇപ്പൊ കുട്ടികൾക്ക് മുതൽ ഇപ്പൊ നമ്മൾ കുഞ്ഞായിരുന്ന സമയത്ത് നമ്മൾ റാഗി കഴിക്കത്തില്ലേ, റാഗി മില്ലറ്റ് ആണ്. പക്ഷെ ഒരു അസുഖം വരുമ്പോൾ മാത്രമാണ് ഇപ്പൊ മില്ലറ്റ് കഴിക്കുന്നത്. അങ്ങനല്ല, നമുക്ക് ഹെൽത്തി ആയിട്ടിരിക്കാൻ ഇപ്പൊ മില്ലറ്റ്സ് കഴിക്കാം. വെയിറ്റ് ലോസിന് വേണ്ടി കഴിക്കുന്നുണ്ട്, ഈ പറഞ്ഞ പോലെ അസുഖങ്ങൾക്ക് വേണ്ടി കഴിക്കുന്നുണ്ട്, അസുഖം വരാതിരിക്കാൻ വേണ്ടി കഴിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ തന്നെ ഇന്ത്യയിലെ തന്നെ ഡയബറ്റിക് ഹബ്ബാണ് നമ്മൾ ഇന്ത്യ എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ കേരളത്തിന് ഏറ്റവും കൂടുതൽ ഡയബറ്റീസ് ഉള്ള ഒരു സംസ്ഥാനം ആയതുകൊണ്ട് തന്നെ ഡയബറ്റീസ് വരാതിരിക്കാൻ നമുക്ക് മില്ലറ്റ്സ് കഴിക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെയൊക്കെ ഒരു ധാരണ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു അസുഖം വരുന്നവർക്കോ അല്ലെ പ്രമേഹം ഉള്ളവർക്കോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉള്ളവർക്ക് ഇത് കഴിക്കാൻ പറ്റുള്ളൂ. അങ്ങനല്ല, പ്രമേഹം വരാതിരിക്കാൻ വേണ്ടി, ഒരു അസുഖം വരാതിരിക്കാൻ നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കാനായിട്ട് ഇപ്പം ജിമ്മിൽ പോകുന്നവർ വെയിറ്റ് ലോസിന് വേണ്ടി കഴിക്കും. മില്ലറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് മില്ലറ്റ്സിന് കുറെ വെറൈറ്റി ഉണ്ട്. ഇപ്പൊ നമുക്ക് ചാമ, തിന, വരക്, കുതിരവാലി, പനിവരക്, ജോവർ, പേള്, റാഗി, അങ്ങനെ എല്ലാ മില്ലറ്റ്സ്. ഈ മില്ലറ്റ്സ് നമുക്ക് ഇതൊക്കെയാണ് ഓരോ മില്ലറ്റ്സ്. അപ്പൊ മില്ലറ്റ്സ് നമുക്ക് വേണമെങ്കിൽ കഞ്ഞിയാക്കാം, കഞ്ഞിയാര് കുടിക്കാം, അതല്ല എങ്കിൽ പഴങ്കഞ്ഞേര് കുടിക്കാം, അതല്ല എങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ. ഇത് നമുക്ക് വേണമെങ്കിൽ, ഇതിപ്പോ എടുത്തിരിക്കുന്ന അവല മില്ലറ്റ്സ്, നമ്മൾ അവൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഈവനിംഗിൽ സ്നാക്സ് ആയിട്ട് പാലിന്റെ കൂടെയോ നനച്ചായിട്ടും കഴിക്കാം. ഇത് ചുമ്മാ നനച്ചെടുക്കാം, നമുക്ക് ഇത് ചായയുടെ കൂടെ കഴിക്കാം, ചായയുടെ പാലിന്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ കഴിക്കാം. ഇത് മില്ലറ്റ് ചോക്ലേറ്റ് എന്ന് പറയുമ്പോൾ ഇത് എങ്ങനെയാണ്? ഇത് ചോക്ലേറ്റ് ഫ്ലേവർ ആയിട്ടുള്ള ഈ മുസ്ലിയാണ്. അതായത് നമ്മൾ ആക്ച്വലി നമുക്ക് നട്ട്സ് ഒക്കെ ഉണ്ട് നമുക്ക് ഈ ഷോപ്പിൽ. നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും, ഡ്രൈ നട്ട്സും, ഡ്രൈ എല്ലാം അങ്ങനത്തെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് അവൈലബിൾ ആണ്. അപ്പൊ നമുക്ക് ഈ നമ്മുടെ നേരത്തെ ആ അവലിന്റെ കാര്യം പറഞ്ഞില്ലേ, ഈ അവലും ഡ്രൈ ഫ്രൂട്ട്സും കൂടെ അടങ്ങിയിട്ടുള്ള ഒരു മുസ്ലിയാണ് ഇത്. അതിനകത്ത് ഒരു 17ഓളം ഉൽപ്പന്നങ്ങളുണ്ട്. അതായത് മില്ലറ്റ്സിന്റെ അവലുണ്ട്, ഓട്സ് ഉണ്ട്, ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട്, പിന്നെ ഇത് തന്നെ ഷുഗർ ഫ്രീ ഉണ്ട്. ഇതുണ്ട്, ഇത് ഷുഗർ ഫ്രീ സ്റ്റീവിയ. അതായത് ഷുഗർ ഫ്രീ ആയിട്ട് കഴിക്കുന്നത്, ഡയബറ്റിക് ആയിട്ടുള്ള ആളുകൾക്ക് വേണമെങ്കിൽ മില്ലറ്റ്സ് കഴിക്കാം. അപ്പൊ അതിനകത്ത് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന മധുരം സ്റ്റീവിയ, നമ്മൾ ഈ മധുര തുളസി എന്ന് പറയത്തില്ലേ, അപ്പൊ അതാണ് അത് ആഡ് ചെയ്യുക. അപ്പൊ അതും ആൾക്ക് കഴിക്കാം. ഇത് നോർമലി കുട്ടികൾക്കെല്ലാം കഴിക്കാം. ചോക്ലേറ്റ് ഫ്ലേവർ ഉണ്ട്, സ്ട്രോബെറി ഫ്ലേവർ ഉണ്ട്, ഹണി ഫ്ലേവർ ഉണ്ട്, മിക്സഡ് ഇത് കഴിക്കാം. ഈവൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് കുക്കീസ് എടുക്കാം മില്ലറ്റ്സിന്റെ. ഇതിന് 2-3 ഫ്ലേവർ ഉണ്ട്. ചോക്ലേറ്റ് ഉണ്ട്, വാനില ഉണ്ട്, മസാല ഉണ്ട്. അതിനകത്ത് തന്നെ ഒരു 10-16 കുക്കീസ് ഉണ്ട്. ഇതിനകത്ത് നട്ട്സ് ഉണ്ട്. ഇത് കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. അതിനകത്ത് മൈദയില്ല. ഇതിനകത്ത് ബട്ടറും ഹെൽത്തിയാ, ബട്ടറും മില്ലറ്റ്സും ചേർത്തില്ല. പുട്ടുപൊടി തന്നെ നമുക്കൊരു 11 വെറൈറ്റി പുട്ടുപൊടി ഉണ്ട്, എല്ലാ ധാന്യങ്ങളുടെയും പുട്ടുപൊടി ഉണ്ട്. ഇതിപ്പോ എഴുതിക്കുന്ന ദോശപ്പൊടിയാ. അതിനകത്ത് ഉഴുന്ന്, ഉലുവ, പിന്നെ നമ്മുടെ മറ്റേ കടലയില്ലേ, കടലൊക്കെ പൊടിച്ചിട്ടുള്ള, അത് ഹെൽത്തി ആയിട്ടുള്ള. ഒരു മണിക്കൂർ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ദോശയായി. ഇത് നമ്മള് കുറച്ചു നേരം കലക്കി വെച്ച് ഒരു മണിക്കൂർ ഫെർമെന്റ് ചെയ്താൽ മതി. ഇത് ചപ്പാത്തിപ്പൊടി. ചപ്പാത്തി ഇണക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് വരുവാണെങ്കിൽ നമുക്ക് റെഡി ടു കുക്ക് നമുക്ക് അങ്ങനെ ഇപ്പൊ ഉള്ളവർക്ക് എല്ലാം മില്ലറ്റ്സ് കൊണ്ട് അടങ്ങിയിട്ടുള്ള, അതായത് ചാമയും റാഗിയും ജോവറും അടങ്ങിയിട്ടുള്ള റെഡി ടു കുക്ക്, ഹാഫ് കുക്ക്ഡ്, ആക്ച്വലി ഹാഫ് കുക്ക്ഡ് മില്ലറ്റ്സിന്റെ തന്നെ ഓർഗാനിക് ചപ്പാത്തി ഉണ്ട്. കുട്ടികൾക്ക് കഴിക്കാൻ ഏറ്റവും യോജിച്ച ഇതാണ് പാസ്ത. കുട്ടികൾക്കെന്നല്ല, ചെറുപ്പക്കാർക്ക്, മിഡിൽ ഏജ് അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സിന് ഏറ്റവും ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കുക. അവർക്ക് യൂട്യൂബൊക്കെ നോക്കി നല്ല രീതിയിൽ കുക്ക് ചെയ്യാവുന്ന ഒരു സാധനമാണ് പാസ്ത. ഇന്ന് എല്ലാവരും കഴിക്കുന്ന സാധനമല്ല പാസ്ത. പോലെ തന്നെ നൂഡിൽസ് നമുക്ക് മറ്റ് നൂഡിൽസ് കുക്ക് ചെയ്യുന്ന പോലെ തന്നെ നല്ല രീതിയിൽ കുക്ക് ചെയ്യാം. വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കുക്ക് ചെയ്യാം, ഉപ്മാവ് ഉണ്ടാക്കാം. പിന്നെ പാസ്തയുടെ കുക്കിംഗ് ഇന്നിപ്പോൾ ആൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പാസ്ത. അപ്പം ചെറുപ്പക്കാർക്കും കുട്ടികൾക്കും ഹെൽത്ത് വണ്ണം കുറയ്ക്കാൻ എന്നൊക്കെ കൂടുതൽ ജിംനേഷ്യത്തിലൊക്കെ പോകുന്നവർക്ക് പറ്റിയ ഫുഡാണിത്. ഇതിന്റെ മസാല ഇതിനകത്ത് തന്നെ ഉണ്ട്, റെഡി ടു കുക്ക് ആണ്. മസാല ഇതിനകത്തുണ്ട്, ഹെൽത്തിയാണ്. വേണമെങ്കിൽ കുറച്ച് വെജിറ്റബിൾസ് ഇതിന്റെ കൂടെ ചേർത്താൽ കുറച്ചും കൂടെ ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാം. അപ്പൊ ഇത് വെർമിസെല്ലി മില്ലറ്റിന്റെ തന്നെയാണിത്. വെർമിസെല്ലി മില്ലറ്റ്സിന്റെ ആണ്. ഇതിപ്പോ നമ്മൾ എടുത്തിരിക്കുന്ന റാഗിയുടെ ഇതാണ്. എല്ലാ മില്ലറ്റ്സിനും വെർമിസെല്ലി ഉണ്ട്, അതുപോലെ തന്നെ നൂഡിൽസും എല്ലാ മില്ലറ്റ്സും കൊണ്ടും ഉണ്ട്. നൂഡിൽസ് ഓരോ സീഡ് ഉണ്ടല്ലോ, ഇപ്പം പംകിൻ സീഡ്, ചിയ സീഡ്, അതുപോലെ തന്നെ ലോട്ടസ് ഇല്ലേ, ലോട്ടസിന്റെ സീഡാ. ടേസ്റ്റിയാണ്. നമുക്ക് വെജിറ്റേറിയൻസിന് omega-3 ഫാറ്റി ആസിഡ് കിട്ടും. അങ്ങനത്തെ കുറെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഏറ്റവും കൂടുതലുള്ള. അതുകൊണ്ടാണ് ലോട്ടസ് സീഡ്സ് ആളുകൾ കഴിക്കുന്നത്. പക്ഷെ ഇത് വണ്ണം വെക്കാൻ നല്ലതാണ്, കാരണം അതിനകത്ത് കാർബൺ
അതുകൊണ്ട് വണ്ണം വെക്കാൻ നല്ലതാണ്, ടേസ്റ്റിയാണ്. നമ്മൾ ഈ ചോളപ്പുട്ട് എന്നൊക്കെ പറയത്തില്ലേ, സെയിം മെഗ്നീഷ്യം റിച്ച് ആണ് എന്റെ ഏറ്റവും വലിയ ഗുണം. വയനാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതാണ്. അപ്പൊ അതെല്ലാത്തിനും ഒരു നാച്ചുറാലിറ്റി ആൻഡ് ഒറിജിനാലിറ്റി. അവരുടെ തേൻ വളരെ അധികം നമുക്കിവിടെ വിറ്റഴിക്കപ്പെടുന്നതാണ്. ചെറുതേൻ പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഇവിടെ പീഡിയാട്രിഷ്യൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് എപ്പോഴും മരുന്ന് കൊടുക്കാൻ വയനാടിന്റെ ചെറുതേൻ നമുക്കിവിടെ അവൈലബിൾ ആണ്. അത് നമ്മൾ കൊടുക്കും. അതുപോലെ വൻതേൻ, തേനിൽ തന്നെ പല വെറൈറ്റികളുണ്ട്. പോളൻ. ഇത് മാത്രമല്ല, നല്ല ഫ്രഷ് ജ്യൂസ് 1 ലിറ്ററിന് 50 രൂപയും ഹാഫ് ലിറ്ററിന് 30 രൂപയും വെച്ച് നമുക്ക് അവിടെ കിട്ടും കേട്ടോ. അപ്പോൾ ഫ്രഷ് ജ്യൂസ്, ഇത്രയും നല്ല ക്വാണ്ടിറ്റിയുള്ള ഫ്രഷ് ജ്യൂസ് ഈ ഒരു റേറ്റിന് നമുക്ക് ചേർത്തലയിൽ എങ്ങും കിട്ടത്തില്ല. അത്രയും നല്ല ക്വാളിറ്റിയിലാണ് കേട്ടോ ഇവർ ഈ ഒരു ജ്യൂസ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ചേർത്തല ചെല്ലുമ്പോൾ ബോയ്സ് സ്കൂളിൻ്റെ ഓപ്പോസിറ്റ് കാണുന്ന മില്ലറ്റ് വേൾഡിൽ കയറിയ നല്ല അടിപൊളി ഫ്രഷ് ജ്യൂസ് കുടിക്കാം. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഹെൽത്തിന് ആവശ്യമുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും നമുക്കിവിടെ കിട്ടും കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.